ഹലോ, ഇന്നത്തെ നമ്മുടെ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പൂക്കൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചട്ടികളിൽ നടാൻ പോവുകയാണ്. അപ്പോൾ ഇത് ആദ്യത്തെ 2 നമ്മൾ നടാൻ പോകുന്നത് ക്രിസാന്തമം. നമ്മൾ ഇതിൻ്റെ സീഡ് നട്ടായിരുന്നു. അപ്പോൾ ഇത് മഞ്ഞയും വെള്ളയും ഉണ്ട്. അത് നമുക്ക് ഈ 2 ചട്ടിയിൽ നടാം. അപ്പോൾ ഞാനിവിടെ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ മരങ്ങൾ വെട്ടുന്നതിൻ്റെ ഇലയില്ലേ, ആദ്യം അതാണ് ഞാൻ അതിൻ്റെ താഴെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ബിക്കോസ് അതപ്പോൾ ഒരു ഫ്യൂച്ചറിലേക്ക് അത് നന്നായിട്ട് ഡീകമ്പോസ് ചെയ്ത് കുറച്ച് നാൾ കൊണ്ടിട്ട് അത് നല്ല ഓർഗാനിക് മാറ്റർ നമ്മുടെ സോയിലിന് തരും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചട്ടിയിൽ ഒരു ചെറിയ ലെയർ ഇങ്ങനെ താഴെ ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് പതുക്കെ അത് അവിടെ കിടന്ന് ഹീറ്റ് ചെയ്ത് നമ്മുടെ സോയിലിന് വളമായി തീരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെട്ടുന്ന ഒരു മരത്തിൻ്റെ ഇലയും നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഈ ഇലകൾ പതുക്കെ ഓർഗാനിക് മാറ്റർ ആവുന്നതിന് നമ്മൾ സോയിൽ ഗോൾഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോൾഡ് വാല്യൂ ആണ്. അത്തരം ന്യൂട്രിയൻസ് ആണ് നമ്മുടെ സോയിലിന് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കമ്പോസ്റ്റ് ഇടും. പിന്നെ സോയിൽ, ഇപ്പോൾ ഇതിൻ്റെ വീട്ടിലത്തെ സോയിൽ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സോയിൽ, പിന്നെ കുറച്ച് വെള്ളമായിട്ടിടും, വെള്ളം റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വോം കാസ്റ്റിങ്ങും ഇട്ട് കൊടുക്കും. പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇതിനൊഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇത് പ്ലാന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ലെയർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ നന്നായിട്ട് കമ്പോസ്റ്റ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ല, ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. വീട്ടിൽ ഉണ്ടാക്കി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് സമയം എടുക്കുമല്ലോ, ഒരു 6 മാസമെങ്കിലും എടുക്കും കുറച്ചെങ്കിലും നമ്മുടെ വീട്ടിലത്തെ കമ്പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലത്തെ കമ്പോസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ പുറത്തുള്ള സംഭവങ്ങളൊക്കെ നിർത്തിക്കുന്നതാണ്. സോയില് നമ്മുടെ ഗാർഡൻ സോയിലാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല, അതുകൊണ്ടിട്ടാണ് അതിൻ്റെ കളർ കണ്ടോ, ബ്ലാക്ക് കളറാണ്. നല്ല സോയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനൊക്കെ എല്ലാത്തിനും നല്ല വിലയാണ്. അപ്പോൾ ഇതേപോലെ കമ്പോസ്റ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സോയിൽ ഇട്ട് കൊടുക്കും. നന്നായിട്ട് സോയിലിടും. സോയിലിട്ട് കൊടുത്തിട്ട് ഈ കമ്പോസ്റ്റും സോയിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇവിടെ വാട്ടർ റിട്ടേൺസിന് വേണ്ടിയിട്ട് സ്റ്റെറിലൈറ്റ് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് വോം കാസ്റ്റിങ്ങും ഇട്ട് കൊടുക്കും. നമ്മുടെ സോയിലിൽ വോമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വോം കാസ്റ്റിംഗ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്കിവിടെ അങ്ങനെ ഉണ്ടായി വരണേ ഉള്ളൂ. ഞാൻ ഈ വർഷമാണല്ലോ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നനച്ച് കൊടുക്കണം. അതിൽ നന്നായിട്ട് അതിൽ സോയിൽ നനച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ പിന്നെ അധികം വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു മുളുണ്ടാക്കിയിട്ട് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കിയത് നമ്മുടെ എടുക്കും. അപ്പോൾ
നല്ല റൂട്ട് പിന്നെ വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പതുക്കെ ഇതിനകത്തേക്ക് ആക്കിയിട്ട് കുറച്ച് ഓർഗാനിക് ഫെർട്ടിലൈസർ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എത്രയാണോ ചെടി നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. നമ്മുടെ നഴ്സറി പോട്ടിൻ്റെ സൈസിൽ തന്നെ ചെടി നടാം. ഭംഗിയായിട്ട് തന്നെ നടിച്ച് ഇതിൻ്റെ മുകളിൽ അതിൻ്റെ കുറച്ച് മറിച്ച് കുറച്ച് ഇലകൾ ഇട്ട് റെഡിയാക്കും. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മുടെ മഞ്ഞ നിറത്തിലെ ക്രിസാന്തമം റെഡിയാക്കും. ഇത് നല്ല 3 മണിക്കൂർ തുടങ്ങി 6 മണിക്കൂർ വരെ ഇതിന് ഡയറക്റ്റ് സൺ വേണം. അപ്പോൾ സൂര്യപ്രകാശം ഉള്ളിടത്ത് ഇപ്പോൾ ഫോളായത് കാരണം അധികം സൂര്യപ്രകാശം കിട്ടുന്ന മണിക്കൂർ കുറവാണ്. ബട്ട് രാവിലെയൊക്കെ നമുക്ക് അതുകൊണ്ടിട്ടാണ് ഞാനിത് പോട്ടിൽ നടാമെന്ന് വെച്ചത്. കാരണം ഇപ്പോൾ നമ്മൾ താഴെയാണ് നടുന്നതെങ്കിൽ ചില സമയങ്ങളിൽ അവിടെ വെയിൽ വരില്ല. അപ്പോൾ നമ്മുടെ സ്പ്രിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് ഗ്രൗണ്ടിലേക്ക് നടാം. അപ്പോൾ ഇതിപ്പോൾ പതുക്കെ നമ്മുടെ ചട്ടിയിൽ ഞാൻ വയ്ക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചെടി നോക്കാം.
പിന്നെ നമ്മൾ നട്ട ചെടി നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മുടെ ബാക്ക് യാർഡിലെ കോട്ട് യാർഡിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചത്. ഓക്കെ, see you in the next video. Bye.